പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകല്ലിൽ കാർ മിനി ബസുമായി കൂട്ടിയിടിച്ച് നവദമ്പതികളടക്കം 4 പേർക്ക് ദാരുണാന്ത്യം. കാർ യാത്രികരായ ഒരേ കുടുംബത്തിലെ 4 പേരാണ് മരിച്ചത്. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഹൈദരാബാദ് സ്വദേശികൾ സഞ്ചരിച്ച ബസും കോന്നി മല്ലശ്ശേരി സ്വദേശികളുടെ കാറുമാണ് കൂട്ടിയിടിച്ചത്. പുലർച്ചെ 4:15 നാടിന് നടുക്കിയ അപകടം. മധുവിധുവിനായി മലേഷ്യയ്ക്ക് പോയ ദമ്പതികളെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും കൂട്ടിമടങ്ങുകയായിരുന്നു കോന്നി മല്ലശ്ശേരി സ്വദേശികൾ. മുറിഞ്ഞകലിൽ വെച്ച് ബസ്സുമായി കൂട്ടിയിടിച്ചു. ദുഃഖകരമായ വാർത്തയാണ് പ്രേക്ഷകർ മുൻപിലേക്ക് എത്തിക്കുന്നത്. ഒരു വലിയ അപകടമാണ് അത്. കോന്നി മുറിഞ്ഞകല്ലാണ്. ഇവിടെ അയ്യപ്പന്മാർ സഞ്ചരിച്ച വാഹനം തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഒരാളെയും ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായി തകർന്നു. കാറിലുണ്ടായിരുന്ന മത്തായി ഈപ്പൻ, മകൻ നിഖിൽ ഈപ്പൻ മത്തായി, ഭാര്യാപിതാവ് ബിജു ജോർജും തൽക്ഷണം മരിച്ചു. നിഖിലിന്റെ ഭാര്യ അനു ബിജുവിനെ ആദ്യം കോന്നി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പത്തനംതിട്ട മുത്തൂറ്റ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. 3 ആളുകൾ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. ഫയർഫോഴ്സും മറ്റുമെല്ലാം എത്തി. ആ പെൺകുട്ടിയുടെ മാത്രമായിരുന്നു ജീവനുണ്ടായിരുന്നത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് പെൺകുട്ടിയും മരണപ്പെട്ടു. നവംബർ 30-നാണ് നിഖിലും അനുവും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത്. നിഖിൽ കാനഡയിലാണ് ജോലി ചെയ്യുന്നത്. അനു മാർത്താണ്ഡത്ത് MSW പഠിക്കുന്നു. എല്ലാവരുടെയും മൃതദേഹങ്ങൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇടത്തിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. വിദേശത്തുള്ള ബന്ധുക്കൾ എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാരം. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.